ഗൈസ്, നമ്മളിന്ന് കുക്കർലെസ് ആൻഡ് പരിപ്പ്ലെസ് സാമ്പാറാണ് വെക്കാൻ പോകുന്നത്. അല്ല ഐശ്വര്യ, അത് ഐശ്വര്യ റെസിപ്പി ഒക്കെ ചോദിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, ഞങ്ങളുടെ മെയിൻ കുക്കിന് വീട്ടിൽ പോയിട്ടുണ്ട്. ഞങ്ങൾ വിളിച്ചു ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് വെക്കാന്നൊക്കെ. എത്തിയിട്ടില്ലേ? കുറെ പേരെ വിളിച്ചിരിക്കുന്നു, പക്ഷെ ആരും തന്നെ കോൾ എടുക്കുന്നില്ല. അതെ, അതുകൊണ്ട് ഞങ്ങൾ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ട ലുക്കില്ല എന്നും പറഞ്ഞിട്ട് ഇവിടെ നമ്മൾക്ക് റെഡി ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ ഗായ്സ്, അപ്പം നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. ഇന്നത്തെ വീഡിയോ നമ്മൾ എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്, ഇത് ഹോസ്റ്റലേഴ്സിനൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. സക്സസ് ആയിട്ടുണ്ടെങ്കിൽ സാമ്പാറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതെ ഗായ്സ്, നമ്മൾ സാമ്പാർ ഇതേ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഷെഫ് ഐശ്വര്യ രാജേഷ്. ഇത് എങ്ങനെയൊന്ന് വെച്ചതെന്ന് വിശദീകരിച്ചു തരാമോ? നമ്മൾ പച്ചക്കറികൾ എടുക്കണം. പച്ചക്കറി ഞാനാണ് അരിഞ്ഞല്ല, ചേച്ചിയാണ് അരിഞ്ഞത്. തക്കാളി, വെണ്ടക്ക, ഉരുളൻ, സവോള, മുരിങ്ങക്ക എല്ലാം എടുക്കാം. ദെൻ നമ്മൾ ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലാക്കിയിട്ട് ഉപ്പ്, മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് കായം, കുറച്ച് സാമ്പാർ പൊടി ഇട്ടിട്ട് വേവിക്കുക. പിന്നീട് പറയാൻ ബാക്കിയായിട്ട്. ഇതാണ് ഇപ്പൊ ഞങ്ങളുടെ സാമ്പാറിന്റെ കോലം. ഇത് ലൈറ്റ് ഇല്ലാത്തതോടാണ് കുറച്ച് ഭംഗി ഇല്ലാത്ത പോലെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ സൂപ്പറാണ്. വീണ്ടും വീണ്ടും ഉപ്പ് ഇടുന്നുണ്ട്, എന്തിനാന്നറിയില്ല. ഇതിന് കൂടിയിട്ട് നമുക്ക് കുക്കറും പരിപ്പും മാത്രമല്ല ഇല്ലാത്തത്, എണ്ണയില്ല ഗൈസ്. എണ്ണയില്ല, 2 കുപ്പിയിലും എണ്ണയില്ല. പക്ഷെ നമ്മൾ ഈ എണ്ണ കൊണ്ട് നമ്മള് മിനിമലിസ്റ്റ് ആയിട്ട് സാധനങ്ങൾ യൂസ് ചെയ്യണം. അതാണ് നമ്മുടെ ഒരു കുറെ ഹെവി സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാക്കും. പക്ഷെ കൊള്ളില്ല. ഇല്ലാത്തതുകൊണ്ടല്ല. പറഞ്ഞോളൂ. വെച്ചിട്ടുണ്ട്, ചട്ടി വെച്ചിട്ടുണ്ട്. ആ ചട്ടി ചൂടാകുമ്പോ വളരെ കുറച്ച് എണ്ണ, ദോശക്ക് പോലും എണ്ണയില്ല. ഇച്ചിരി എണ്ണ നമ്മൾ ഇതിൽ ഒഴിക്കാം. ഉലുവക്ക് ഇടുക്ക് പോയിട്ട് അവതാരിക്ക് ഇങ്ങനെ നിക്കുള്ളൂ. നോക്കുന്ന ഈ എണ്ണ നമ്മൾ ഫുൾ ഒഴിക്കണം. ഇത് പോരായിട്ട് എടി, ആ കുപ്പിത്തേയും കൂടെ അടിയിട്ട് കുറച്ചെടുത്ത് വയ്ക്ക്. ഇതിലൊന്നുമില്ല, കൊടയ്യ്. എണ്ണ കുറച്ച് യൂസ് ചെയ്യുന്ന നല്ലത്. നമ്മൾ സിമ്മാക്കി വെക്കാം, അല്ലെങ്കിൽ തന്നെ സുഖക്കരി. വേഗവറില് ദേ ഇത് ഒരു സൈഡിലിരുന്ന് തിളച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വെറുതെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു അതെ, വച്ചൽ മുളക്, കടുകാണ് മെയിൻ. കടുക് നമ്മൾ ഇതിലേക്ക് കുറച്ചിടുവാണ്. എന്നിട്ടാലും ലോഡ് കണക്കിന് കടുക് ഇടാറുണ്ട് ഇവൾ. ഇപ്പൊ ഈ കാണിക്കാൻ വേണ്ടി മാത്രം പൊട്ടുന്നുണ്ട്, അത് മാറിക്കോ. അത് പൊട്ടുമ്പോ നമ്മൾ കുറച്ച് ഉലുവ, ഇത്ര മതി. ഇത്ര മതി എടുത്തിട്ട് അതും ഇടുക. 2 വറ്റൽമുളക് മതിയാവും. കഴുകാം. അതെ, അത് കഴുകിയിട്ട് അവള് വരും. നമുക്കിവിടെ ആകെ മെസ്സായിട്ടിരിക്കാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒന്നും കണ്ട് നിങ്ങൾ ബോധം കെടരുത്, കാരണം ഇവിടുന്ന് മണ്ണ് ചാടുന്നതാണ്. ഇത് നമ്മൾ റെഞ്ചിന് ആരും പേടിക്കണ്ട, ഓടിക്കോ. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി. ഇത് കരിയരുത് കേട്ടോ. അതെ, കുറച്ച് മല്ലിപ്പൊടി. ഇതിപ്പോ എണ്ണേനൊക്കെ കൂടുതൽ സാധനങ്ങളുണ്ടല്ലോ. ഇനി കുറച്ച് മല്ലിപ്പൊടി എന്തിയേ? കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. ഇളക്കണോ ഞാൻ? ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് മൂപ്പിക്കണം. മുളക് പൊടി ഇത് പോരാ? മതി. എരിവില്ലാത്ത മുളകല്ലേ. ഇനി നമ്മുടെ മെയിൻ സാധനം സാമ്പാർ പൊടി. ഇത് ബ്രാഹ്മിൻസിന്റെ സാമ്പാർ പൗഡറാണ്. അതെ, അയ്യോ, അവർക്ക് ആഡ് ഒന്നും കൊടുക്കണ്ട. ലോട്ട്സ് ഓഫ് ആളുകൾ കാണുന്നത്, ആരും വാങ്ങണ്ട. ഒരുപാട് ആളുകൾ കാണല്ലോ, 1 2. ഇത് കുറച്ചിട്ടാ. ഇത് പോരെ? ഇത്രയും പോരെ? മതി. ഇത് മതിയാവും. സാമ്പാർ പൊടിയല്ലേ. ഇനി നമ്മൾ കയ്യിലെടുത്തിട്ട്
ഇളക്കാം. കടുകുവറ. ഇച്ചിരി കരിഞ്ഞ മണം വരും. ഇതിലിപ്പോ എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. ഇനി നമ്മൾ മെയിൻ സാധനം പുളിവെള്ളം ഞാൻ ഓൾറെഡി നേരത്തെ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളിങ്ങനെ പുളി വീഴരുത്, പുളിന്റെ വെള്ളം മാത്രം. ഒരു പൊട്ടൽ വീട്ടിലൊക്കെ വരും, അതാരും മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, പുളിവെള്ളം ചോദിക്കാം. മതി ഇങ്ങനെയുള്ള പുളിയോട് നമ്മളിങ്ങനെ ഇളക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യണ്ടെന്നറിയോ? ഇനി നമ്മൾ ആ തിളച്ചുകൊണ്ടിരിക്കുന്ന സാധനം ഇപ്പുറത്തേക്ക് കമത്തുക. പക്ഷെ അത് ഇതിൽ കൊള്ളില്ല, ഇതിലേ കൊള്ളുള്ളൂ. ഇത് നിർത്തി വെക്കാം. അങ്ങനല്ല, അത് അതിക്കിട്. എന്നിട്ട് ഈ ലാസ്റ്റ് ഉള്ളത് ഇച്ചിരി വെള്ളം. ഓക്കെ, ഇത് കാണാനൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ അത് വെച്ച് വേവിക്കുമ്പോൾ പച്ച കളറാവും. ഞാനൊക്കെയാണ് ഒറ്റയ്ക്ക് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതന്നെ കൂട്ടി കഴിക്കും. ഇങ്ങനെ ചെയ്യാതെ ഇത് നമ്മൾ ഇതിലേക്ക് ഇടുക, ഈ പൊടികളെല്ലാം കൂടി. ഇത് ഞങ്ങ ഹോസ്റ്റലിൽ വെക്കുന്ന തട്ടിക്കൂട്ട് സാമ്പാറാണ്. ഇത് കണ്ട ആരും കമന്റിൽ വന്ന് അയ്യേ ഇതെന്ത് സാമ്പാർ എങ്ങനെ കഴിക്കും എന്ന് പറയരുത്. ഇത് ഹോസ്റ്റലിൽ നിൽക്കുന്ന പിള്ളേര് മാത്രം വെക്കേണ്ട സാമ്പാർ. കണ്ടോ സാമ്പാർ കണ്ടോ? നിങ്ങൾക്കും കഴിക്കാൻ തോന്നുന്നില്ലേ? എന്നാ കഴിക്കാം, ചാടിക്കോ. കളർ നോക്കി ശരിക്കും സാമ്പാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെയാണ് നമ്മൾ ഇത് മാനേജ് ചെയ്യേണ്ടത്. ഈ അബ്രോഡൊക്കെ പോയി പഠിക്കുന്ന പിള്ളേർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവം സാമ്പാർ. നമ്മൾ വിചാരിക്കും സാമ്പാർ എന്നൊക്കെ പറഞ്ഞു അയ്യോ ഭയങ്കര വലിയ പണിയാണ്. അതെ, അമ്മച്ചി പറയുന്നത് കേൾക്കും. അമ്മച്ചില്ല. ഇനി നമ്മൾ ഇതിലേക്ക് ഇന്ന് ഇളക്കിയിട്ട് ചേച്ചി ഒന്ന് ഉപ്പ് നോക്കണം. എനിക്ക് ചൂടുണ്ടാവും. ഒഴിച്ചില്ല ഞാൻ. ഉപ്പ് കുറവുണ്ട്. സാമ്പാറിന്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. എന്താ പറയാ, മറ്റേതിന്റെ ഒരു കൊഴുപ്പുണ്ട്. തക്കാളിന്റെ അല്ല വെണ്ടയ്ക്കന്റെ അത് കുറച്ച് കുറക്കാൻ പറ്റും. ഒന്നുകൂടെ തന്നെ നോക്കട്ടെ. ചൂടറ്റി കൊഴുപ്പുണ്ട്. അത് കുഴപ്പമില്ല, സാമ്പാറിന് കുഴപ്പമുണ്ടാവല്ലോ. പിന്നെ കുറച്ച് എന്തൊക്കെയോ മസാലാസിന്റെ ഒരു കുത്തല് പോലെ. അത് വെള്ളം ഒഴിക്കുമ്പോൾ റെഡിയാവും. ഇച്ചിരി പുളി വേണം. പുളി കുറവല്ലേ? ഇച്ചിരി ഉപ്പ്. ആ പുളിവെള്ളം ഇത്തിരി ഒഴിച്ച് പുളി വീടരുത്. അതെയോ? ഉപ്പിട്ടായിരുന്നു ആദ്യം. ഇപ്പൊ ചേച്ചിയാ പറഞ്ഞേ ഉപ്പിടില്ല. ഇത്ര വെണ്ടയ്ക്ക വേണ്ടായിരുന്നു അല്ലേ? ശരി, വെണ്ടയ്ക്ക ഇങ്ങോട്ട് നോക്കിയേ കൊഴുപ്പ്. ഞാൻ കുറച്ച് കൂടുതൽ മതി ഉപ്പ്. ഇത് ഉപ്പ് സാമ്പാറാവോ? ഇല്ല, ഉപ്പ് വേണം. ഇച്ചിരി വെള്ളം ഞാൻ ഒഴിക്കും. ഇപ്പൊ നോക്കട്ടെ ഉപ്പ് സാമ്പാറായോ തൈര് സാമ്പാറായോന്ന്. ഓക്കെ ഗായ്സ്, നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലോട്ട്സ് ഓഫ് കഷ്ണങ്ങൾ. മുരിങ്ങയൊക്കെ കുറെ ഉണ്ടായിരുന്നു, അതാണ് ഇങ്ങനെ കിടക്കുന്നത്. അതെ ഇതുപോലെ നമുക്ക് മതി. ഞങ്ങൾ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതേ അവിടെ ഇരിക്കണതാണ് ദോശ. ഇതാണ് ദോശ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. ഓക്കെ, നമ്മുടെ വ്ളോഗ് ഇവിടെ മൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ബൈ.